ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അവസാന സീനായിട്ട് കണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ദേവയാനിയെ കുറിച്ച് ജയൻ പറയുകയാണ്. ഇപ്പോഴും ദേവയാനിക്ക് നയനോട് ദേഷ്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. ദേവയാനി സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകളായിട്ടല്ല, മോളെ മകളായിട്ട് തന്നെ സ്നേഹിക്കും. പക്ഷെ വെറുത്ത് കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം അങ്ങനെയാണ്, പിന്നെ വെറുപ്പ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് മോളെ ഒന്ന് സ്നേഹിച്ചെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് അനാമികേനെയാണ് കേട്ടോ. ഏതായാലും അനാമികയ്ക്ക് ഒരു ആശ്വാസമില്ല. ഇനിയിപ്പം നന്ദുവിനെ ഒന്ന് അടിച്ച് വീഴ്ത്തിയിട്ടേക്കുന്ന ഒന്ന് കാണാതെ ഒരു സൗര്യവും കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഏതായാലും അനാമിക ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അനാമിക വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നു മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പൊ നന്ദുവിന് ഒരു കുഴപ്പവും ഇല്ലാതെ നന്ദു ഇങ്ങനെ സ്കൂട്ടിൽ വരുന്നതാണ് കണ്ടത്. അപ്പം ഒരു ടാക്സിയിലാണ് നമ്മുടെ അനാമിക വരുന്നത്. അപ്പൊ അനാമിക പെട്ടെന്ന് ഇവരെ കണ്ടതും പെട്ടെന്ന് നന്ദുവിനെ കണ്ടതും വണ്ടി അങ്ങ് നിർത്തി കേട്ടോ. വണ്ടി നിർത്തി അനാമികനെ കാണുകയും ചെയ്തു. അപ്പൊ എന്തോ കടയിൽ നിന്ന് എന്തോ സാധനം മേടിച്ചിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അനാമിക കാണുകയും ചെയ്തു. അപ്പൊ അനാമിക ഓടി ചെന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലേ, നിനക്കെന്തോ ഒന്നും സംഭവിക്കാത്തത് ഇങ്ങനെ പെട്ടെന്ന് അറിയാതെ അങ്ങ് ചോദിച്ചും പോയി. അപ്പൊ നന്ദു പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിക്കാന്? അല്ല അനാമിക എന്താ പറഞ്ഞു വരുന്നത്? ഓ, എനിക്കിപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഇന്ന് കുറച്ച് ഗുണ്ടകളെ എന്നെ വന്ന് തല്ലിയായിരുന്നു, അതാണോ എനിക്കൊന്നും പറ്റിയില്ലേ എന്ന് ചോദിച്ചത്? അപ്പൊ നീ ആയിരുന്നല്ലേ ആ ഗുണ്ടകളെ പറഞ്ഞയച്ചത്? നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് എന്നെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനാമിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അനാമികയ്ക്ക് നമ്മുടെ നന്ദുവിനെ കണ്ടതേ പകുതി കിളി പോയി എന്ന് പറയാം. കാരണം അനാമികയോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, വേണു പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ സംഭവിച്ചു എന്നാണല്ലോ നന്ദുവിന്. അപ്പൊ നന്ദു വീണ്ടും പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ അടിക്കാൻ വന്നവർക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തു തന്നെയാണ് വിട്ടിരിക്കുന്നത്. പിന്നെ നിന്റെ ഭർത്താവിനെ സ്വന്തമാക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ ജീവിതം ഏറ്റവും വലുത്. എൻ്റെ ചേച്ചിമാര് ആ വീട്ടിൽ നന്നായിട്ട് ജീവിക്കണം, അതുമാത്രം എൻ്റെ പ്രാർത്ഥന. അല്ലാതെ എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാനോ നിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനോ ഒന്നും ഞാനാളല്ല. പിന്നെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അനാമിക, അത് നിന്റെ കഴിവുകേടെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്നില്ല, നീ പരിഗണന കൊടുക്കുന്നില്ല. അതായിരിക്കും നിന്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വരികയും അതുപോലെ എൻ്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് നീ ഇങ്ങനെ കിടന്ന് അസൂയപ്പെട്ടിട്ടോ കുശുമ്പോ പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ആദ്യം ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക, ഭർത്താവിനെ അംഗീകരിക്കാൻ പഠിക്കുക. അല്ലാതെ കള്ളവും കൗശലവും ഒക്കെ കാണിച്ച് ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ ഇതല്ല, ഇതിനപ്പുറം ചിലപ്പോൾ അനാമിക നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി നമ്മുടെ നന്ദു വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് ദേഷ്യം വന്നില്ലേ. അനാമിക ആണെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചത്, വായെടുത്ത അച്ഛൻ കള്ളവേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അനാമിക തിരിച്ച് വീട്ടിൽ ചെന്നു കോലിമൂത്താ ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ രേവതി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രേവതി, എന്താ മോളെ പെട്ടെന്ന് നീ പോയിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പം, എങ്ങനെ തിരിച്ചു വരാതിരിക്കും, എന്തിയേ എൻ്റെ അച്ഛൻ എന്നല്ല കള്ളൻ എന്നാ അച്ഛനെ വിളിക്കേണ്ടത്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ എന്തിയെന്നാ ചോദിച്ചത്. അപ്പൊ വേണു ഇങ്ങനെ ഇറങ്ങി വരുമോ, എന്താ മോളെ എന്താ കാര്യം? അല്ല അച്ഛൻ എന്താ പറഞ്ഞത്, നന്ദു ഹോസ്പിറ്റലായിരിക്കും, അവൾ ഇനി എണീറ്റ് നടക്കില്ല, അവളുടെ കാലും കൈയും തല്ലി ഒടിച്ചു എന്നല്ലേ? കാലും കൈയും തല്ലി ഒടിച്ചോടെ ഒരാളെ ഞാൻ കണ്ടു, എണീറ്റ് നടക്കുന്നതും കണ്ടു, അതും പോരാഞ്ഞിട്ട് സ്കൂട്ടി ഓടിച്ചോണ്ട് പോകുന്നതും കണ്ടു. അപ്പോഴത്തേക്ക് അയ്യോ ഇവക്കെല്ലാം പിടികിട്ടിയില്ലോ എൻ്റെ ഈശ്വരന്മാരെ എന്ന് വെച്ചുകൊണ്ട് വേണു. അപ്പൊ നമ്മുടെ അനാമിക ഇങ്ങ് വന്നിട്ട്, അച്ഛാ വെറുതെ എന്നോട് കള്ളം പറയരുത് കേട്ടോ, അവളെ അടിക്കാൻ ഗുണ്ടകളെ വിട്ടു. അത് ശരിയാ, ആ ഗുണ്ടകളെ അവൾ പറപ്പിച്ചു, അവൾ തല്ലി തോപ്പിച്ചു, അത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ മോളെ ഞാൻ എന്ത് ചെയ്യാനാ, അറിയാലോ ഞാൻ ഗുണ്ടകളെയൊക്കെ വിട്ടു, പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതെ ഞാനൊരു കാര്യം പറയാം, അവളെ ഗുണ്ടകള് തല്ലാൻ വന്നപ്പോ അവള് മാത്രമല്ല ഒറ്റയ്ക്ക് നിന്ന് ചെറുത്തത്, നിന്റെ കെട്ടിയോനും കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് അനിയും കൂടെ ഉണ്ടായിരുന്നോ, എന്നിട്ട് അതവൾ എന്നോട് പറഞ്ഞില്ലല്ലോ, അതവള് നിന്നോട് പറയില്ലല്ലോ, ഏതായാലും പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും എൻ്റെ അച്ഛൻ ഒരു കഴിവില്ലാത്തവനാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് ആകെയുള്ള കഴിവ് എന്താണെന്ന് അറിയാമോ? അത് ഞാൻ പറഞ്ഞു തരാം, കടം മേടിച്ചു കൂട്ടുക. ഇതല്ലാതെ അച്ഛൻ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പം, മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഞാൻ കടം മേടിച്ച് കൂട്ടിയത് ആർക്ക് വേണ്ടിയാ, മോൾക്ക് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയൊന്നും അല്ല അച്ഛൻ കടം മേടിച്ച് കൂട്ടിയത്, അച്ഛൻ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി തന്നെയാ കടം മേടിച്ച് കൂട്ടിയത്. അല്ലാതെ എന്റെ തലമണ്ടയിലൊന്നും കൊണ്ടുവയ്ക്കുമെന്നും വേണ്ട, എല്ലാം കടം മേടിച്ച് കൂട്ടിയിട്ട്
ഇപ്പൊ അത് വീട്ടാന് എന്നെ ഒരു കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാനല്ല ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവാണ് പോലും. ഭർത്താവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഒരുത്തനെയാ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണുങ്ങൾ സഹിക്കുന്ന കാര്യമല്ല. എന്നിട്ട് ഞാൻ അതങ്ങനെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. ആ ഒരു നന്ദി പോലും എന്നോടില്ലല്ലോ അച്ഛൻ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് ശീലിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ വേണുവിനൊന്നും പറയാനില്ല. അപ്പം രേവതി ചോദിച്ചു, എന്താ ഇവള് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പം, അമ്മേ അച്ഛൻ എന്നോട് രാവിലെ എന്താ പറഞ്ഞത്, അവളെ പഞ്ഞിക്കിട്ടതല്ലേ കുറെ അവന്മാര് വന്ന് ചെന്നിട്ട്, അവക്ക് എന്നിട്ട് ഒരു മുറിവ് പോയിട്ട് ഒരു പൊട്ടിച്ചോര പോലും അവളുടെ മേത്തത് പൊടിഞ്ഞിട്ടില്ല. അവള് വെച്ച് തിരിച്ച് നല്ല കീച്ചിട്ടുണ്ട്. എല്ലാ അവന്മാരും വാലും പൊക്കിക്കൊണ്ട് ഓടിയെന്നാ പറഞ്ഞത്. ഇതിപ്പം നാണക്കേട് കേസായിപ്പോയി. അല്ലെങ്കിലും എനിക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എന്റെ അച്ഛൻ കാരണം എന്ന് പറഞ്ഞങ്ങ് പോയിട്ടോ. അപ്പൊ നമ്മുടെ രേവതി വേണുവിനോട് പറഞ്ഞു, എന്താ വേണുവേട്ടാ ഇത്, അവളോട് നുണ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ രേവതി, ഒരു വലിയ അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ജലജയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാനകിയുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും നേരെ ദേവയാനിയുടെ അടുത്തെത്തി. ബാക്കി നിന്നവരൊക്കെ, അതായത് നയനയും ആദർശും ജയനൊക്കെ വീട്ടിലേക്ക് വന്നു. അപ്പം അയ്യപ്പപ്പാട്ടൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നേർച്ചകളോ അയ്യപ്പപ്പാട്ടോ എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂടാൻ വേണ്ടിയാണ് അവർ വന്നത്. അപ്പം ജലജ കിട്ടിയ അവസരം മുതലാക്കുവാണേ, പാഴാക്കുന്നില്ല. കിട്ടിയ അവസരത്തിൽ വെച്ച് കീച്ചുക. വേറൊന്നുമല്ല പറയുന്നത്, നയനയ്ക്ക് അതേ ബ്ലഡ് ഗ്രൂപ്പാന്നാ കേട്ടത്. എന്നിട്ട് അവള് ബ്ലഡ് തന്നില്ലല്ലോ. അവളെ എങ്ങനെ ബ്ലഡ് തരും? അവളെ ഇടത്തിനെ കൊല്ലാനല്ലേ നോക്കിയത്. അവള് ബ്ലഡ് തരില്ല. പിന്നെ പാവം അനാമിക മോള് ബ്ലഡ് തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് ആരോ ഇവിടെ വന്ന് ബ്ലഡ് തന്നു. അതുകൊണ്ടാ ഏടത്തേക്ക് ഇപ്പം ആ ഒരു ബ്ലഡ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എനിക്ക് അനാമിക മോളുടെ ബ്ലഡ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം അവള് നല്ലൊരു പെൺകുട്ടിയല്ലേ, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മറ്റവളുണ്ടല്ലോ, അവള് ബ്ലഡ് തരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി തരാന്ന് പറഞ്ഞാലും അവളുടെ വൃത്തികെട്ട ബ്ലഡ് എനിക്ക് വേണ്ട. എന്റെ ശരീരത്തിലേക്ക് അവളുടെ ബ്ലഡ് കുത്തിവെച്ച് കഴിഞ്ഞാലേ എനിക്കത് സഹിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് മാത്രമല്ല ജാനകി പറയുന്നത്. ജാനകി പറയാണ്, അനാമിക മോളുടെ കാര്യം കുറച്ച് കഷ്ടത്തില. ഇവിടെ നന്ദു എന്ന് പറയുന്ന ഒരുത്തി വന്നെന്നോ അനിയോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നോട് പരാതി പറഞ്ഞായിരുന്നു ഏടത്തി എന്ന് പറഞ്ഞപ്പം എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്നോട് മോളെല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, എല്ലാത്തിന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. എന്നെ ഈ കിടപ്പിലാഴ്ത്തിയിട്ടെ അവള് വലിയ ആള് കളിച്ച് നടക്കുകയല്ലേ, അവളുടെ എല്ലാം ഞാൻ തീർക്കാന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അയ്യപ്പൻ പാട്ടിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി ആ ഒരു എന്താ പറയുക പന്തലൊക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കി കേട്ടോ. അപ്പം പന്തലൊക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അതിനിടയിൽ നമ്മുടെ ദേവയാനിയുടെ കാര്യവും സംസാരിക്കുന്നുണ്ട്. അപ്പം വേറൊരു കാര്യം നവ്യ സംസാരിക്കുന്നുണ്ട് നയനയോട്. അത് വേറൊന്നുമല്ല, അഭിയുടെ അഭിനയവും അഭി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ കാര്യവും എനിക്കൊരിക്കലും അഭിയുടെ കൂടെ നല്ലൊരു ജീവിതം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയന പറയാണ്, അങ്ങനെയൊന്നും പറയരുത് ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ഈ അഭിയുടെ സ്വഭാവം മാറാനേ അത് ഒത്തിരി നാളൊന്നും വേണ്ടി വരില്ല. ഒരു മനുഷ്യന്റെ സ്വഭാവം മാറാന് ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് മാറും. അതുമല്ല നമുക്കൊരു നേർച്ച അങ്ങോട്ട് വെക്കാം, നമുക്ക് നല്ലൊരു വ്രതം എടുക്കാം. നമുക്ക് വ്രതം എടുക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും വേണ്ടിയും, അതുപോലെ നവ്യേച്ചിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയും ഒരു വ്രതം എടുക്കണം. നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്രതം എടുക്കാന്നൊക്കെ പറയുകയാണ്. അപ്പം നവ്യയും സമ്മതിക്കാണ് കേട്ടോ അതിന്. നവ്യ പറയാ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം. അവനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് വേണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവൻ മാറി വരികയാണെങ്കിൽ അവൻ മാറി വരട്ടെ. അവൻ മാറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിൽ ജനിക്കണം. എനിക്കിനി അത് മാത്രമേ ഉള്ളൂ, എനിക്ക് സ്വന്തം എന്ന് പറയാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ നവ്യ ഒരുപാട് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഏതായാലും എല്ലാവരുടെയും അനുഗ്രഹവും മുത്തശ്ശിയുടെ അനുഗ്രഹവും ഒക്കെ മേടിച്ച് അയ്യപ്പൻ പാട്ടിന് ഒരുങ്ങുകയാണ് ആദർശും അതുപോലെ തന്നെ നമ്മുടെ ജയനും അനിയുടെ അച്ഛനൊക്കെ. ഏകദേശം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നാളെയും നമുക്ക് വിശേഷമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എല്ലാ സൺഡേയും വിശേഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ ഒരു 7:30 ആകുമ്പോൾ തന്നെ, അപ്പം അതുപോലെ തന്നെ 7:30 ആകുമ്പോൾ നമ്മൾ വരും. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മളിന്ന് പ്രേമവിശേഷം നമ്മൾ ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു യാത്ര പോകണമായിരുന്നു. അപ്പം ഞാനൊരു യാത്ര പോയേക്കുമായിരുന്നു. വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഥ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നമ്മൾ രാവിലെ കറക്റ്റ് 6:53 തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷവുമായിട്ട് ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും
നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ്. നാളെ ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും രാവിലെ പള്ളിയിലൊക്കെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും എന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. കാരണം നിങ്ങൾ കാരണമാണല്ലോ നമ്മൾ ഈ ഒരു ഇതിലെത്തി നിൽക്കുന്നത്. അത് ഞാൻ കൂടെ പറഞ്ഞ് ബോറാക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അതൊക്കെ ഒരു വഴിക്ക് അങ്ങ് പോകും അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.